വാട്സപ്പിൻ്റെ ഓണസമ്മാനം ലഭിച്ചോ? ഇല്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യ്. ഗംഭീരമായ സമ്മാനമാണ് വാട്സപ്പ് നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ ഓപ്ഷൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വരുന്നത് ഇന്ന് തിരുവോണ ദിനത്തിലാണ്. ഇത്ര നാളും വാട്സപ്പിനകത്ത് നിന്ന് നമുക്ക് ചിത്രങ്ങൾ നിർമ്മിക്കാൻ പറ്റും, പക്ഷേ ആ ചിത്രത്തിൽ മലയാളം എഴുതാൻ പറ്റില്ല. മലയാളം എഴുതാൻ പറഞ്ഞാൽ തന്നെ അത് എന്തൊക്കെയോ ആണ് എഴുതി വെക്കുക. എന്നാൽ ഇന്നു മുതൽ നമുക്ക് മനോഹരമായിട്ടുള്ള മലയാളം പോസ്റ്ററുകൾ വാട്സപ്പിനകത്ത് നിന്ന് തന്നെ നിർമ്മിക്കാൻ പറ്റും. നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിർമ്മിക്കണോ, അഭിനന്ദനങ്ങൾ നിർമ്മിക്കണോ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏത് മലയാളം പോസ്റ്ററുകളും മലയാളം ക്യാപ്ഷൻ സഹിതം ഗംഭീരമായ മലയാളം പോസ്റ്ററുകൾ നിർമ്മിക്കാൻ പറ്റും. ഇതിനായി വാട്സപ്പിനകത്തെ മെറ്റ AI എന്ന ഓപ്ഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ചിലർക്ക് ഇവിടെ താഴെ തന്നെ ഉണ്ടാവും മെറ്റ AI. മറ്റ് ചിലർക്ക് ഇവിടെ വലതു വശത്ത് ഇവിടെയാണ് മെറ്റ AIയുടെ ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് മെറ്റ AI ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലാണ് നിങ്ങൾക്ക് മലയാളം എഴുതേണ്ടത് ആ ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി ഫോട്ടോ ഒന്നും വേണ്ട, മലയാളത്തിൽ എന്തെങ്കിലുമാണ് എഴുതേണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടതെന്ന് എഴുതിയാൽ മതി. പ്രോംപ്റ്റ് എഴുതുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചിത്രത്തിൽ വരേണ്ട വാക്കുകളുടെ തുടക്കത്തിലും അവസാനത്തിലും കൊട്ടേഷൻ മാർക്കുണ്ടല്ലോ, അതായത് ഉദ്ധരണി ചിഹ്നം, ആ 2 കോമ പോലെയുള്ള ചിഹ്നം ഏത് വാക്കാണ് നമുക്ക് ഇതിൽ വരേണ്ടത്, ചിത്രത്തിൽ വരേണ്ടത്, അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും എഴുതണം. ഞാനിപ്പോൾ ഈ ചിത്രത്തിൽ എന്നെഴുതി 2 കോമ ഇട്ട് അതിനുശേഷം ഹാപ്പി ഓണം എന്നെഴുതി, അതുപോലെ തന്നെ ഞാൻ ഉദ്ധരണി ചിഹ്നത്തിൽ അവസാനിപ്പിക്കുന്നുമുണ്ട്. ഇതുപോലെ ചിത്രത്തിൽ വരേണ്ട വാക്കുകളുടെ തുടക്കത്തിലും അവസാനത്തിലും ഉദ്ധരണി ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ AIക്ക് സിമ്പിളായിട്ട് എന്താണ് ചിത്രത്തിൽ വരേണ്ടതെന്ന് മനസ്സിലാകും. ഇനി പശ്ചാത്തലത്തിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരണമെങ്കിൽ അങ്ങനെ എഴുതിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക. സിമ്പിളായിട്ട് പ്രോംപ്റ്റ് എഴുതിയാൽ മതി. അല്പസമയം കൊണ്ട് നമ്മൾ പറഞ്ഞ വാക്ക് നമ്മുടെ ചിത്രത്തിൽ വരുന്നതാണ്. അല്പസമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ മലയാളം എഴുതിയ ചിത്രം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഹാപ്പി ഓണം എന്ന് തന്നെ മലയാളത്തിൽ തന്നെ എഴുതി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നിർമ്മിച്ചു തരുന്ന ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ രണ്ടാമതും പ്രോംപ്റ്റ് ചെയ്തിട്ട് മാറ്റം വരുത്താൻ പറ്റും. ആ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ പുതിയ ചിത്രം നിർമ്മിക്കാനായിട്ട് നേരത്തേത്തതുപോലെ തന്നെ ഒരു പ്രോംപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ തിരുവോണം ആശംസകൾ എന്ന് കൊടുക്കണമെന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തിരുവോണം ആശംസകൾ എന്ന പോസ്റ്റർ നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഇത് മുകളിലാണ് തിരുവോണം ആശംസ വന്നിട്ടുള്ളത്. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് വീണ്ടും പ്രോംപ്റ്റ് കൊടുക്കാം. ഞാൻ രണ്ടാമതും കൊടുക്കുന്നത് തിരുവോണം ആശംസകൾ എന്നുള്ളത് താഴെ കൊടുക്കണം, അത് കുറച്ച് വലുതാക്കണം. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഞാൻ വീണ്ടും സെൻഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം വീണ്ടും ചിത്രം നിർമ്മിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് താഴെ ഞാൻ ഇഷ്ടപ്പെടുന്നത് രീതിയിൽ, ഞാൻ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ എനിക്ക് തിരുവോണം ആശംസകൾ എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ മലയാളം പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിൽ ഇപ്പോൾ പരിമിതികളുണ്ട്. അതായത് മലയാളം വാട്സപ്പിനകത്ത്, അതായത് മെറ്റ AIക്കകത്ത് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അക്ഷരത്തെറ്റുകൾ സംഭവിക്കും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പരിമിതിയുണ്ട്. മെറ്റയിൽ അങ്ങനെ തന്നെയാണ്. മലയാള ഭാഷ ആദ്യം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വളരെ വൃത്തിയായിട്ട് മലയാളം മനസ്സിലാകുന്നത് പോലെ തന്നെ മലയാളം പോസ്റ്റർ നിർമ്മിക്കുന്നതിലും ഭാവിയിൽ ഒരുപാട് മുന്നോട്ട് പോകും. ChatGPT, ജെമിനിയൊക്കെ പോലെ തന്നെ നമുക്ക് വളരെ വൃത്തിയായിട്ട് ഇനി മുതൽ മലയാളം നിർമ്മിക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് അക്ഷരത്തെറ്റുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് നിർമ്മിച്ചതാണ്. നിങ്ങൾക്ക് കാണാം ഒരുപാട് അക്ഷരത്തെറ്റുകൾ വന്നിട്ടുണ്ട്, എങ്കിലും അത് മലയാളം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭാവിയിൽ മികച്ച രീതിയിൽ തന്നെ മലയാളം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വളരെ നിസ്സാരമായ കാര്യങ്ങൾ എഴുതിയിട്ടൊന്ന് മലയാള പോസ്റ്ററുകൾ നിർമ്മിച്ച് നോക്ക്. ഏവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.